യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അറസ്റ്റിലാണ്. യുവതിയുടെ പരാതി, അതായത് മൂന്നാമത് വന്ന ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരിൽ നിന്ന് പണം വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ പരാതിയിലുണ്ട്. വാച്ച് വാങ്ങാനൊപ്പം ചെരുപ്പ് വാങ്ങാനൊക്കെ പണം കൈപ്പറ്റി, വിദേശത്തേക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടു, പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ പരാതിയിൽ നിന്ന് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി മറ്റ് കക്ഷികൾ അത് എടുക്കുക എന്നുള്ളതാണ് നോക്കിക്കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ തന്നെ അത് എങ്ങോട്ട് പോകുമെന്നുള്ളതിന്റെ സൂചനകൾ മന്ത്രി വി ശിവൻകുട്ടി നൽകിക്കഴിഞ്ഞു. കോൺഗ്രസിനെതിരെ തന്നെയാണ് ഇപ്പോഴും ആരോപണ മുന തിരിച്ചുവിടുന്നത്. സുനിൽ ഐസക്കിലേക്കാണ്. സുനിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ആരാണ് രാഹുൽ എന്ന് ചോദിക്കുന്ന രീതിയിൽ രാഹുലിനെ കൈവിട്ടിരിക്കുന്നു. പക്ഷേ അവിടെ തീരുന്നില്ല കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ എന്ന് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യം അത് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അത് കോൺഗ്രസ് തന്നെയായിരിക്കും. അത്തരത്തിൽ തന്നെ ആരോപണം ഉന്നയിക്കാനാണ് ശ്രമം എന്നിപ്പോൾ വി എസ് ശിവൻകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. തീർച്ചയായും അത് അങ്ങനെ തന്നെയായിരിക്കും ജിൽസി. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം കോൺഗ്രസിന് നേരെ തന്നെ ഉയർത്തിവിട്ടുകൊണ്ട് കടന്നാക്രമണം നടത്തുക എന്നത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ CPM എടുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം എന്ന് വ്യക്തമാണ്. അതിന്റെ സൂചനകളാണ് കൃത്യമായി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് വന്നത്. പക്ഷേ വി ശിവൻകുട്ടി പറഞ്ഞതിൽ ചില അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്ന്, ശിവൻകുട്ടി പറഞ്ഞതുപോലെയല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ പൂർണ്ണമായും പുറത്താക്കിയതാണ്. പാർട്ടി അംഗമല്ല, അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും MLA ആയി തുടരുന്നു. എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല എന്നാണ്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി തന്നെ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ എടുത്തിരിക്കുന്നത്. അന്ന് പുറത്താക്കൽ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന വിവരം സ്പീക്കറെ അറിയിക്കും. അതിനുശേഷം സ്പീക്കർ തീരുമാനിക്കട്ടെ, പന്ത് സ്പീക്കറുടെ കളത്തിൽ എന്ന നിലപാടായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ രാഹുലിനെ പുറത്താക്കിയ വിവരം സ്പീക്കറെ ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അക്കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും കോൺഗ്രസിൽ നിന്ന് തന്നെ പിന്തുണ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തോന്നിവാസങ്ങളൊക്കെ രാഹുൽ കാണിച്ചു കൂട്ടിയതെന്ന ആക്ഷേപം തന്നെയായിരിക്കും, ആരോപണം തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ CPM-ഉം BJP അടക്കമുള്ളവരും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരിക. മാത്രമല്ല, നോക്കൂ ജിൽസി, എത്രമേൽ ക്രൂരമായ പീഡന പരമ്പരകളാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അതിനൊക്കെ ഒരു സമാന സ്വഭാവവുമുണ്ട്. അത് എന്താ പറയുക, ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമാന തരത്തിലുള്ള ക്രൂരമായ പീഡന കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരാളെ പരിചയപ്പെടുന്നു, അതിനുശേഷം അവരെ മുറിയിലേക്ക് പരിചയപ്പെടാൻ എന്ന രീതിയിൽ വിളിച്ചു വരുത്തുന്നു, പിന്നീട് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുന്നു, കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, ഗർഭിണിയാക്കുന്നു, പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, ഗർഭിണിയാണെന്ന് അറിയുന്നതോടുകൂടി അകലാൻ ശ്രമിക്കുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു, ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, പണവും പാരിതോഷികങ്ങളും പറ്റുന്നു. ഇതൊക്കെ നേരത്തെ വന്ന പരാതികളിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ പക്ഷേ നിയമത്തിന്റെ ചില ഇളവുകൾ രാഹുലിന് ലഭിച്ചു. അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും പരാതിയിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഉള്ള ലൈംഗിക ബന്ധം എന്ന നിലപാട് രാഹുലിന്റെ അഭിഭാഷകൻ സ്വീകരിക്കുകയും അത് ഒരു പരിധിവരെ കോടതി അംഗീകരിക്കുന്ന ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, തെളിവുകളുടെ ഒരു അഭാവം സ്വാഭാവികമായും ഈ കേസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ആദ്യത്തെ 2 കേസുകൾ. പക്ഷേ മൂന്നാമത്തെ കേസ് അങ്ങനെ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ മൂന്നാമത്തെ കേസിൽ പരാതിക്കാരിക്ക് കൃത്യമായ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവയുണ്ട്. ആ തെളിവുകൾ കൈമാറാൻ കഴിയുന്ന തെളിവുകൾ പരാതിക്കാരി ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. മറ്റ് നേരിട്ട് കൈമാറേണ്ട തെളിവുകളുണ്ട്. അത്തരം തെളിവുകൾ ഇന്ന് രാത്രിയോടുകൂടി പരാതിക്കാരി നാട്ടിലെത്തും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ പരാതിക്കാരി നേരിട്ട് പോലീസിന് മൊഴി നൽകും, അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടി കുരുക്ക് മുറുക്കുക എന്ന നിലപാടാണ്, നയമാണ് പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും. എന്തായാലും രാഹുൽ റിമാൻഡ് ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അത്തരം തുടർ നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്കൊക്കെയാണ് പോലീസ് അന്വേഷണ സംഘം കടക്കുന്നത്.
സുനിൽ, MLA സ്ഥാനത്തിന്റെ കാര്യമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ VN ശിവൻകുട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു MLA സ്ഥാനം ഒഴിയണമെന്ന്. ഇപ്പൊ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം തന്നെയാണ് ഒഴിയേണ്ടത്. കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു കഴിയാൻ കഴിയും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന സ്പീക്കറെ നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചതുമാണ്. ആ നിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ MLA സ്ഥാനം അദ്ദേഹം നേരിട്ട് ഒഴിയാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്കുണ്ടോ? അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നതായുള്ള വിവരങ്ങളുണ്ടോ? ഇക്കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 20-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇത് തിരിച്ചടിയാകാനുള്ള സാധ്യത കോൺഗ്രസും തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കർ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയിരുന്നു. അതിന്റെ ഭാഗമായി ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയോഗ്യനാക്കേണ്ടത് സ്പീക്കറാണ് എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്പീക്കർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന മറുചോദ്യമായിരിക്കും സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുക. എന്തായാലും പക്ഷേ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അത് ചിലപ്പോൾ തൊട്ട് അടുത്ത സമയങ്ങളിൽ തന്നെ അത്തരമൊരു നടപടികളിലേക്ക് സ്പീക്കർ കടക്കാനുള്ള സാധ്യതയുണ്ട്. പാർലമെന്ററി പാർട്ടി ലീഡർ കത്ത് നൽകിയാൽ അയോഗ്യനാക്കേണ്ടത് ഈ വിഷയത്തിൽ സ്പീക്കറാണ്. അതുകൊണ്ട് സ്പീക്കർ ആ നടപടിയിലേക്ക് കടക്കും എന്ന് കരുതുന്നു. എന്തായാലും സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല. അത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും കത്ത് കൈമാറിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. എന്തായാലും മറ്റൊന്ന് രാഹുൽ സ്വയം രാജിവെക്കുക എന്നതാണ്. അത്തരമൊരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ രാഹുൽ ഇപ്പോഴും ഈ രണ്ട് കേസുകളിൽ നിന്ന് സ്കിപ്പാകുമ്പോഴും രാഹുലിന്റെ ഉള്ളിൽ വീണ്ടും പാലക്കാട് മത്സരിക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം രാഹുലിന്റെ നിലപാടുകളും നീക്കങ്ങളും ഇടപെടലുകളും ഒക്കെ അത്തരത്തിൽ തന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ രാഹുൽ വീണ്ടും പാലക്കാട് മത്സരിക്കാൻ കഴിയുമെന്ന തരത്തിൽ വെച്ചു പുലർത്തിയിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലത്തിൽ വീണ്ടും സജീവമായി ഇടപെടാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു. കോൺഗ്രസിന്റെ ചില നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഒപ്പം സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി ഇടപെടുന്നു. അത്തരം നീക്കങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു രാഹുൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അത് രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും രാഹുൽ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചിക്കുകയും അയാളുമായി ചില ചർച്ചകളൊക്കെ നടത്തുകയും നീക്കങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. രാഹുൽ എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇനി പാലക്കാട് മത്സരിപ്പിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ എടുത്തതാണ്. കാരണം അയാൾ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ ഇനി സീറ്റ് നൽകേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ